Hey friends, welcome to Curly Trails. My name is Sarita. സമ്മറിങ്ങായി സമ്മർ വെഡ്ഡിങ്സിൻ്റെ ഒരു തിരക്കും തുടങ്ങാറായി. ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ഇഷ്ടംപോലെ കല്യാണങ്ങളാണ് വരുന്നത്. സെലിബ്രിറ്റി വെഡ്ഡിങ്സ് ഒക്കെ ആയി. ആനന്ദ് അംബാനിയുടെയൊക്കെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു ബ്രദറിൻ്റെ കല്യാണവും വരുന്നുണ്ട് ഏപ്രിലിൽ. അപ്പോൾ അതിനെപ്പറ്റിയും അതിൻ്റെ ഔട്ട്ഫിറ്റ്സിനെ പറ്റിയും ഒക്കെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോയുടെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. സമ്മർ സമയത്ത് ഒരു ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യുന്നത് ഇച്ചിരി ട്രിക്കിയാണ്. മറ്റുള്ള സീസൺ പോലെ അല്ല. സമ്മറിൽ ഈ ചൂടും ഈ ഒരു ഹ്യൂമിഡിറ്റി, ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഒക്കെ കല്യാണങ്ങളാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗ്ലാമറസ് ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യണം, കുറച്ച് എംബലിഷ്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലും. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ ഈ ചൂടത്ത് എങ്ങനെയാണ് അതൊക്കെ ഇടുക എന്നുള്ളൊരു തിങ്കിങ് കൂടെ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഏത് ഔട്ട്ഫിറ്റ് ആയിരിക്കണം എന്ന് ചൂസ് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ആവും. ഇന്നത്തെ ഈ വീഡിയോയിൽ അത് ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മളൊരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി സമ്മർ വെഡ്ഡിങ്സിന് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. മെറ്റീരിയൽ എപ്പോഴും കുറച്ച് ലൈറ്റ് ബ്രീതബിൾ മെറ്റീരിയൽ ആയിരിക്കണം. ഇപ്പോൾ ഷിഫോൺ, ജോർജറ്റ് ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് കുറച്ചൊരു മിനുസമൊക്കെ ഉള്ള മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ബ്രീതബിൾ ആയിരിക്കും, കുറച്ചൊരു തിളക്കവും ഒരു മിനുസമൊക്കെ ഉള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിലൊരു ഗ്ലാം ഫാക്ടർ അതിലുണ്ട്. അത് നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്ത് കുറച്ച് നല്ല ലേസൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലാം ഫാക്ടറും കൂടും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ്, നമുക്ക് ഓർഗൻസ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും കൂടുതലും സമ്മർ വെഡ്ഡിങ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ ആക്സസറൈസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ വാരി ഇങ്ങനെ വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് ഇടുകയാണെങ്കിൽ നമുക്ക് നെക്ലെസ്സോ ചെയിനോ വേണമെങ്കിൽ നമുക്ക് ഭയങ്കര ഇച്ചിരി സിമ്പിളാക്കി ഇടാം. അതല്ല നമുക്കൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് നെക്ലെസ് ആണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആക്സസറീസ് നമുക്ക് കുറച്ച് മിനിമലാക്കി ഇടാം. എന്നാലേ നമുക്കൊരു ക്ലാസ് ലുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിയ ഇയറിങ്സും വലിയ വലിയ നെക്ലെസും 5-6 മാലയും ഇതെല്ലാം കൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. എസ്പെഷ്യലി ഈ ഒരു ചൂടിലും ഈ ഒരു ക്ലൈമറ്റിലും അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്സസറൈസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു കംഫർട്ട് ലെവൽ കൂടും. കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്ന ഒരു പേസ്റ്റൽ ടോൺസ് ആണ്. നമുക്ക് പീച്ച്, മിൻറ്റ്, ലാവൻഡർ ഈ കളേഴ്സൊക്കെയാണ് കുറേ കൂടെ സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. കുറച്ചൊരു ന്യൂട്രൽ ടോൺസിൽ പോകുന്ന കളേഴ്സ് ആയിരിക്കും ഈ ചൂട് സമയത്ത് നമുക്ക് വെയർ ചെയ്യാൻ. ഭയങ്കര ഡാർക്ക് കളേഴ്സിനെക്കാട്ടിയും ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ വർഷം സ്റ്റേറ്റ്മെൻറ്റ് സ്ലീവ്സ് ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ് ഇപ്പോൾ കൂടുതലും സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള പഫ് സ്ലീവ്സ് അല്ലെങ്കിൽ ബിഷപ്പ് സ്ലീവ്സ് അല്ലെങ്കിൽ ബെൽ സ്ലീവ്സ് ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഏത് ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്താലും അതിൻ്റെ സ്ലീവ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ലീവ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു അട്രാക്റ്റീവും ആയിരിക്കും. അത് മാത്രമല്ല കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, ക്ലൈമറ്റ് അപ്രോപ്രിയേറ്റും ആയിരിക്കും. സമ്മർ സീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലോറൽ പ്രിൻ്റ് ആണ് അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ ലെഹങ്ക ആണെങ്കിലും അനാർക്കലിയൊക്കെ ആണെങ്കിലും അതിലൊക്കെ നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് നമ്മൾ സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. നല്ല ലൈറ്റ് പേസ്റ്റൽ ടോൺസിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റിൽ ഉള്ള തുണിയൊക്കെ ആണെങ്കിൽ അത് നല്ല ഒരു വെഡ്ഡിങ് അപ്രോപ്രിയേറ്റും ആണ്. നമുക്ക് നല്ല ഒരു സമ്മർ വൈബ്സ് ആണ് അതിൽ തരുന്നത്. ഇപ്പം നമ്മളൊരു ക്ലോസ് റിലേറ്റീവിൻ്റെ ഒക്കെ കല്യാണത്തിന് പോവുകയാണെങ്കിൽ കൂടി നമുക്ക് ഫുൾ ഹെഡ് ടു ടോ ഭയങ്കര ഹെവി ഔട്ട്ഫിറ്റ് തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കത് ബാലൻസ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ സപ്പോസ് കുർത്തയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുർത്ത ഇച്ചിരി ഒന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ദുപ്പട്ട ഇച്ചിരി നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വെയർ ചെയ്യാം. അതുപോലെ തന്നെ സാരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാരി നമുക്ക് ഇച്ചിരി ഒന്ന് ലൈറ്റ് ആക്കണം. ബോർഡേഴ്സ് മാത്രം ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാരി വെയർ ചെയ്തിട്ട് നല്ല ഫുൾ വർക്കുള്ള ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ബ്ലൗസസ് ആണ് കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ളത്. നല്ല നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ബ്ലൗസസ് ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലൗസ് ചൂസ് ചെയ്യാം. സാരി ഇച്ചിരി ഒന്ന് ടോൺ ഡൗൺ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്താൽ തന്നെ നമുക്ക് കല്യാണത്തിൻ്റെ ഈ ഒരു ചൂടൊന്നും വലുതായിട്ട് അറിയാതെ നമുക്ക് കല്യാണത്തിൻ്റെ ഫുൾ ഫങ്ഷൻസും അതിൻ്റെ ഫുൾ റിച്വൽസും നമുക്ക് സുഖമായിട്ട് നമുക്ക്
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ലെഹങ്ക ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലെഹങ്ക, ചോളി, ദുപ്പട്ട ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പം നിങ്ങൾ ദുപ്പട്ട ക്യാരി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ദുപ്പട്ടയ്ക്ക് പകരം കേപ്പ് യൂസ് ചെയ്യാം. കുറച്ച് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലിൽ കേപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ആ ദുപ്പട്ട ക്യാരി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് റോക്ക് ചെയ്യാൻ പറ്റും. Now for evening receptions you can go for gowns. ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് ഭയങ്കര എംബലിഷ്ഡ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള ഗൗൺസ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഓർഗാൻസ ഗൗൺസ്. നല്ല ഈസി ആയിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ഒരു ഗൗൺ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ലുക്സ് റിയലി സ്റ്റൈലിഷ് ആൻഡ് ഷീക്ക്. യു ക്യാൻ ഓൾസോ ഗോ ഫോർ നെറ്റ് ഗൗൺസ്. നല്ല ഈസി ഗോയിങ് ആയിട്ട് ഈസി ബ്രീസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഭയങ്കര ഹെവി ഒരു ഫീല് തോന്നുകയില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷും ട്രെൻഡി ആയിട്ട് തോന്നുകയും ചെയ്യും. Now suppose you are attending a wedding of a distant relative, അത്ര ഭയങ്കര ക്ലോസ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ്ലി ഡിച്ച് ലെഹങ്ക. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇടേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ ഇൻ ഫോർ കുർത്തീസ്. ഭയങ്കര സട്ടിലായിട്ടുള്ള ഫ്ലോറൽ പ്രിൻസും അത്ര ഭയങ്കര ലൗഡ് അല്ലാത്ത പ്രിൻസും കളേഴ്സും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ലുക്ക് തരാൻ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ അതിൽ ഡിസൈനർ എലിമെൻറ്റ് ആഡ് ചെയ്യാം. ഡിഫറെൻറ്റ് സ്ലീവ്സും അല്ലെങ്കിൽ നെക്ക് ലൈനിലൊക്കെ ഡിഫറെൻറ്റ് ഡിസൈനർ എലിമെൻറ്റ്സ് ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഗോട്ടാപത്തി വർക്ക് ആഡ് ചെയ്യാം. അതിനൊരു കുറച്ച് ഷൈനൊക്കെ തരാൻ വേണ്ടി ദുപ്പട്ടയിലും കുർത്തയിലും ഒക്കെ ഗോട്ടാപത്തി വർക്കൊക്കെ ആഡ് ചെയ്താൽ നല്ല ഒരു റോയൽ ഒരു റീഗൽ ലുക്ക് തരാൻ വേണ്ടി, ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എലഗൻറ്റ് ലുക്ക് തരാൻ വേണ്ടി അതാണ് ഏറ്റവും ബെസ്റ്റ്. സമ്മർ വെഡ്ഡിങ്സിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു സമ്മർ വെഡ്ഡിങ്ങിനെ എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും കൂടെ ഞാൻ അവസാനമായിട്ട് പറയാം. നമുക്ക് മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് പോളിയസ്റ്റർ മെറ്റീരിയലാണ്, പിന്നെ നൈലോൺ, 100% റയോൺ, പിന്നെ സിൽക്ക്, ബ്രോക്കേഡ്, പിന്നെ ഇതുപോലെ വെൽവെറ്റ്, ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സമ്മർ വെഡ്ഡിങ്സിന് അവോയ്ഡ് ചെയ്യണം. So that's it guys. Hope these tips were useful to you. Next time ഒരു സമ്മർ വെഡ്ഡിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ. പിന്നെ വെഡ്ഡിങ്സ് എല്ലാം പോയി അടിച്ചു പൊളിക്കുക. ഞാൻ ഇനിയും വരാം അടുത്തൊരു വീഡിയോ, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നു. I'll be back with another interesting video. Till then, bye.